മാഷേ നമസ്കാരം. നമസ്കാരം. നവീൻ ബാബുവിന്റെ വിഷയം, അതായത് അദ്ദേഹത്തിന്റെ മരണത്തിനോടനുബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ടിട്ട് CBI അന്വേഷണം വേണമെന്നുള്ള ഹർജി അത് സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ കുടുംബത്തിന് മുമ്പിലുള്ള വഴി എന്താണ്? അദ്ദേഹത്തിന് നീതി കിട്ടാതെ പോകുന്നു. മറ്റൊരു കാര്യം, ഈ പറയുന്ന അന്വേഷണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കും, ഈ പറയുന്ന അന്വേഷണത്തിൽ പോലും നിലനിൽക്കും എന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പക്ഷെ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉണ്ടെന്ന് പറയുമ്പോഴും അത് ദിവ്യയ്ക്ക് മേലെ മാത്രമാണ് ചുമത്തപ്പെട്ടിട്ടുള്ളത്. ആ ഗ്യാങ്ങുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പ്രശാന്തനാണെങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പുറകെ കിടന്ന് അദ്ദേഹം കൈക്കൂലി വാങ്ങി എന്നൊക്കെ പരാതി നൽകി എന്നൊക്കെ പറയുകയും ചെയ്ത ഒരാളാണ്. ആ തലത്തിലേക്കൊന്നും അന്വേഷണം പോയിട്ടില്ല. സത്യത്തിൽ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇവിടെ സംഭവിച്ചത്? ഈ നവീൻ ബാബുവിന്റെ മരണം ഒരു വല്ലാത്തൊരു എന്താ പറയാ, നമുക്ക് ഈ ഒരു യക്ഷിക്കഥ പോലെ അവസാനിച്ച മട്ടാണ്. എവിടെയും ആർക്കും ഒരു പിടിയും കിട്ടാതെ, എന്നാൽ പകൽവെട്ടത്തിൽ നടന്ന എല്ലാ നഗ്നമായ ക്രമക്കേടുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്കും വിശ്വസിക്കാനാവാത്ത ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു യക്ഷിക്കഥ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആ മനുഷ്യന്റെ മരണത്തിലേക്ക് നയിച്ച ആ നാൾ വഴിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. തലേന്നത്തെ ദിവ്യയുടെ പ്രകടനം തൊട്ട് പിന്നീട് നടന്ന ആ രാത്രിയിലെ ഓരോ മൂമെന്റും ഇങ്ങനെ അറിഞ്ഞിടത്തോളം മനസ്സിൽ വെച്ച് നോക്കൂ. അത് മുഴുവനും ഒരു 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 സിനിമാ കഥ പോലെ, അതും ഭയങ്കര ഒരു സസ്പെൻസ് പോലെ നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ്. ഇപ്പോ സംഭവിച്ചിരിക്കുന്നത്, അത് അന്വേഷിക്കണം, CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി. അതുകൊണ്ട് ഇനിയിപ്പോ CBI അന്വേഷണം ആവശ്യമില്ല. CBI അന്വേഷണം ഇവിടെ ആവശ്യപ്പെട്ട് ഇവിടെ തന്നെ കൊടുക്കേണ്ടതാണ്, ഗവൺമെന്റിന് തന്നെ കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ബന്ധപ്പെട്ട കക്ഷികൾക്ക് ഈ കൊല്ലപ്പെട്ട നവീൻ ബാബുവിന്റെ ഭാര്യയ്ക്കും കുടുംബത്തിനും സംശയമുണ്ടെങ്കിൽ അവർക്ക് ഇവിടുത്തെ ഈ അന്വേഷണ ഏജൻസികളിൽ വിശ്വാസമില്ല എന്ന് എത്രയോ തവണ അവർ വിളിച്ചു പറഞ്ഞതാണ്, നിവേദനം കൊടുത്തതാണ്. മുഖ്യമന്ത്രിക്ക് തന്നെ വിടാവുന്നതേ ഉള്ളൂ. അത് മുഖ്യമന്ത്രി വിടാതിരിക്കാനുള്ള പരമാവധി ശ്രമിച്ചു. ഇപ്പൊ സുപ്രീം കോടതി പോകേണ്ടി വന്നു. സുപ്രീം കോടതി പോയപ്പോ സുപ്രീം കോടതിയും തള്ളി. ഇതിലിപ്പോ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഇത്രയൊക്കെ ആയിട്ടും ഒരു ഭരണകൂടത്തിന്റെ താല്പര്യമുള്ള കേസുകളിൽ അവർ നടത്തുന്ന അട്ടിമറികളെ കുറിച്ച് ഇപ്പോഴും ബോധ്യം വന്നില്ല എന്ന് വേണം കരുതാൻ. ഇത് സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം കേസ് CBIക്ക് വിടാതിരിക്കാൻ വേണ്ടി എന്തുമാത്രം അധ്വാനമാണ് ഗവൺമെന്റ് നടത്തിയെന്ന് നമ്മൾ കണ്ടതാണ്. എന്തുമാത്രം പണം ചെലവിട്ടാണ് നമ്മുടെ വലിയ വലിയ വക്കീലന്മാരെ കേസുകൾ എത്ര എണ്ണം CBIക്ക് വിടാതിരിക്കാൻ. ഇനി വിട്ടാൽ തന്നെ എന്താ സംഭവിക്കുക? പ്രോസിക്യൂഷന് വേണ്ടി, അതും ഭരണകക്ഷിയുടെ നേതാക്കന്മാർ പ്രതികളായി നിൽക്കുന്ന ഒരു കേസ്, ആ പ്രതികൾ തന്നെ യഥാർത്ഥ പ്രതികൾ അവർ മാത്രമല്ല എന്നും അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസുകളിലേക്ക് പോകുന്നില്ല. മാത്രമല്ല, ഈ കേസിൽ അഴിമതി നടന്നു എന്ന് പറഞ്ഞ ആള് പോലും ഇപ്പോഴും ഇങ്ങനെ ഈ നിഴലത്ത് കഴിയുകയാണ്. ഡിഗ്രി പ്രശാന്തന്റെ നേരെ ചൊല്ലിയുള്ളൊരു ചോദ്യം ചെയ്യൽ പോലും നടന്നിട്ടില്ല. അപ്പൊ അതിനിടയിൽ ഒന്ന് പിടിച്ചുകൊണ്ടുപോയി തീർച്ചയായിട്ടും. അതായത് പോലീസിനെ അന്വേഷിക്കാൻ അറിയാത്ത പോലീസൊന്നും അല്ലല്ലോ നമ്മളെ കേരള പോലീസ്. പക്ഷെ ആ പോലീസ് എന്ത് കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പ്രശാന്തൻ ഈ നവീൻ ബാബുവിനെതിരായി അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള പരാതി കേരള മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു എന്ന് പറഞ്ഞു, പകൽവെട്ടത്ത് പറഞ്ഞതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അത് കിട്ടിയിട്ടുമില്ല. എന്നാലോ എന്താ പിന്നെ അഴിമതി? എവിടെയുമില്ല. പക്ഷെ പരാതി അതാണ്, അഴിമതിക്കാരനായ നവീൻ ബാബു ഇതാ പരാതി കൊടുത്തിരിക്കുന്നു എന്നാണ് PP ദിവ്യ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ആരാ കൊടുത്തത്? ആരാണ് പരാതിക്കാരൻ? പ്രശാന്തനാണ്. പ്രശാന്തൻ കൊടുത്ത പരാതി എവിടെ? പ്രശാന്തന്റെ കയ്യിലുമില്ല, അയച്ചെടുത്തുമില്ല, എത്തിച്ചേർന്നിടത്തുമില്ല. ഇങ്ങനെ ഭയങ്കര കഷ്ടമാണ് സത്യത്തില്. എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 98,500 രൂപയാണ്. അതായത് 1 ലക്ഷം രൂപ തികച്ചെടുക്കാനില്ലാത്ത ഒരാളാണ് പെട്രോൾ പമ്പിന് വേണ്ടി ഇറങ്ങിയത് എന്നുള്ളത്. കോടികൾ ചെലവിട്ട് പെട്രോൾ പമ്പ് ഉണ്ടാക്കുന്ന അദ്ദേഹമാണ്. അത് വളരെ സിമ്പിളാണ് ആ കേസ്. അത് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവും. അതിലെ പ്രതി ദിവ്യ അല്ല. ദിവ്യ ഇങ്ങനെ എന്തോ ഒരു വലിയൊരു പദ്ധതി ഗൂഢാലോചനയും നടത്തി വെച്ച സ്ഥിതിക്ക്, അത് നടപ്പാക്കേണ്ടവർ നടപ്പാക്കിക്കൊള്ളുമെന്ന് ഉറപ്പിച്ച സ്ഥിതിക്ക്, അതൊന്നും മുൻകൂട്ടി പറഞ്ഞിട്ട് ഇയാളെ ഒന്ന് വഷളാക്കുകയും ഇയാളെ ഒന്ന് അവമാനിക്കുകയും ചെയ്യാനേ ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ. അത്രേ ഉള്ളൂ ദിവ്യയുടെ ബുദ്ധി. അതുകൊണ്ട് ദിവ്യ പെട്ടുപോയി എന്നേ ഉള്ളൂ. സത്യത്തിൽ അത് പ്ലാൻ ചെയ്തത് മറ്റാരോ ആണ്, ആസൂത്രണം ചെയ്തത് നടപ്പാക്കിയതൊക്കെ മറ്റാരൊക്കെയോ ആണ്. അത് വെറും ഒരു
ആവാൻ യാതൊരു സാധ്യതയുമില്ല. ഇനി ആത്മഹത്യ ചെയ്തേ തീരൂ എന്ന മട്ടിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചതാണെങ്കിൽ പോലും അത് കുറ്റവാളികൾ ഇപ്പോഴും നമ്മുടെ കാഴ്ചക്ക് പുറത്താണ്. ബന്ധപ്പെട്ടവർക്ക് എന്തെങ്കിലും പങ്ക് ഇല്ല എന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്നുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മാഫിയകളും വാഴുന്നത് എന്നെല്ലാവർക്കും അറിയാം. നമ്മൾ പുറത്ത് ഇപ്പൊ കേരളം മുഴുവൻ മാധ്യമങ്ങൾ ഈ തരം പലതരം ഡ്രഗ് മാഫിയ ഉൾപ്പെടെ, നാർക്കോട്ടിക് മാഫിയ ഉൾപ്പെടെ എല്ലാ മാഫിയക്കും എതിരെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഭരണകൂടത്തിന്റെ അറിവും സമ്മതവും ഇല്ലാതെ, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അതിന്റെ പങ്ക് പറ്റാതെ ഒരു നാർക്കോട്ടിക്, ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു മയക്കുമരുന്ന് സംഘത്തിന് ഇവിടെ എത്ര കാലം വാഴാൻ പറ്റും? അല്ലെങ്കിൽ ഒരിക്കലും ഒരു കള്ളക്കടത്ത് പോലെ കൊണ്ടുവന്നാൽ ഒരിക്കലും പുറത്തു വരാത്ത വിധം അതിന്മേൽ നടപടിയെടുത്താൽ, അന്വേഷണവും ശിക്ഷയും കൊടുത്താൽ ഇത് വ്യാപകമാവും. നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെ നാടുകളിൽ നടന്നിട്ട് ഞങ്ങള് ഡ്രഗിനെതിരാണ്. ഇന്ന് ഈ മലയാള സിനിമയിലെ എന്താണ് പറയുക, നമ്മള് മൂക്ക് കീഴ്പോട്ടായ സകല മനുഷ്യരും, മലയാള സിനിമയുമായി എല്ലാ ബന്ധമുള്ളവരും പറയുന്നു മലയാള സിനിമ ഈ ഡ്രഗിന്റെ മാഫിയയുടെ ഒരു കേന്ദ്രമാണ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോ എന്നിട്ട് എന്താ, മലയാള സിനിമയിൽ നമ്മുടെ പോലീസിന് എത്തിയ വണ്ടി അങ്ങോട്ട് പോവില്ലേ? അപ്പൊ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് ആണ്. വളരെ ദയനീയമാണത്. നമുക്കിതിലൊക്കെ ഈ എന്താ പറയാ, നിസ്സഹായരായിട്ട് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. ഒരു സ്ഥിതി അതാണ്. അതുകൊണ്ട് ഇവർക്കറിയില്ല. സി ബി ഐ ഇപ്പോ ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ ഒരു കേസ് 38 തവണ വിളിച്ചിട്ട് മാറ്റിവെച്ചിട്ട് ഇന്ന് വരെ ഒരു ഹിയറിംഗ് തുടങ്ങിയിട്ടില്ല എന്ന് പറയാം. എത്ര വർഷമായി? ആ ഹിയറിംഗ് തുടങ്ങേണ്ടത് എപ്പോഴാണെന്ന് അവർക്കറിയാം. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിയായ കേസാണെങ്കിൽ, അല്ലെങ്കിൽ പിണറായി വിജയൻ സംശയിക്കപ്പെടുന്ന കേസാണെങ്കിൽ ആ കേസ് ചർച്ചക്കെടുക്കുക മിക്കവാറും പിണറായി വിജയന്റെ കാലാവധി കഴിഞ്ഞിട്ടാവും. അപ്പൊ അതുവരെ നീട്ടിക്കൊണ്ടുപോകേണ്ടത് എങ്ങനെയെന്ന് അറിയാവുന്ന ഒരു ഭരണകൂടത്തിന്, ആ ഭരണകൂടത്തിന് താല്പര്യമുള്ള തൽപര കക്ഷികളുടെ ഒരു കേസ് CBI ഏറ്റെടുക്കാതിരിക്കാൻ പറ്റും? ഇനി ഏറ്റെടുത്തു എന്ന് വെച്ചോളൂ. ഏറ്റെടുത്താൽ തന്നെ അവർക്ക് പിന്നെയും പണി ചെയ്യണമെന്നേ ഉള്ളൂ. ഇപ്പൊ തന്നെ എടുപ്പിക്കാതിരിക്കലാണല്ലോ നല്ലത്. ഏറ്റെടുത്താൽ കഷ്ടകാലത്തിന് കൊള്ളാവുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ് CBIക്ക് വേണ്ടി എൻക്വയറിക്ക് വരുന്നതെങ്കിൽ പിന്നെയും ഇത് അട്ടിമറിക്കാൻ പണിയെടുക്കേണ്ടി വരുമല്ലോ എന്നതേ ഉള്ളൂ ഇവരുടെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് CBIക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയാൽ നീതി കിട്ടും എന്ന് വിചാരിച്ചെടുത്താണ്. സുപ്രീം കോടതിയുടെ കുഴപ്പമല്ല അത്. സുപ്രീം കോടതിയുടെ കുഴപ്പമല്ല. സുപ്രീം കോടതിയിൽ ഈ കേസ് വാദിക്കാനുള്ള ആളുകളും മാത്രമല്ല ഇത് ഡീൽ ചെയ്യാനുള്ള ആളുകളൊക്കെ ഉണ്ട് തന്നെ. കോടതിയിലുണ്ട്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഉപശാലകളിലുണ്ട്, എല്ലായിടത്തും ഉണ്ടല്ലോ. കേരള ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് എത്രയോ ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മുടെ കേരള ഏജന്റുമാരെ അവിടെ കേരള ഹൗസിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ അതൊക്കെ നടക്കും. അതുകൊണ്ട് ആ കുടുംബത്തോട് നമുക്ക് സഹതപിക്കല്ല. എന്താ ചെയ്യാ, ഈ കേരളത്തിൽ ഇപ്പൊ നടക്കുന്ന അന്വേഷണം ന്യായയുക്തമായ രീതിയിൽ വന്നുപെട്ടാൽ നല്ലത് എന്ന് പ്രതീക്ഷിക്കല്ലാതെ വേറെ വഴിയൊന്നുമില്ല.